തമിഴക വെട്രിക്കഴകത്തിന്റെ തലൈവർ സി ജോസഫ് വിജയ് സ്വന്തം മണ്ഡലമായ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് വൻ സ്വീകരണം. പ്രസംഗത്തിനോ സംസാരത്തിനോ മുതിരാതെ വിജയ് നടത്തിയ പരിപാടി 4 മണിക്കൂറിലേറെ നീണ്ടു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും മുഴക്കമുള്ള സാന്നിധ്യമായി കണക്കാക്കപ്പെടുന്ന വിജയ് രാഷ്ട്രീയ എതിരാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്നതായി പറയുന്നു. വിജയ് സിനിമകളുടെ റിലീസ് ദിനത്തിലെന്ന പോലെ നായകന്റെ എൻട്രിക്ക് മണിക്കൂറുകൾക്ക് മുൻപേ രാജാറാം ശാലയിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആൾക്കൂട്ടത്തിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. നൃത്തം ചെയ്തും ടി.വി.കെയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിൽ മുഴക്കിയും അവർ ആവേശം പ്രകടിപ്പിച്ചു. എന്നാൽ പ്രചരണത്തെ വരവേൽക്കുന്നത് വൻ ജനാവലിയാണെങ്കിലും ഈ കൂട്ടങ്ങളിൽ വോട്ട് പ്രായമാകാത്തവർ ഏറെയുണ്ടെന്നാണ് നിഗമനം. DMK-യുടെയും അണ്ണാ DMK-യുടെയും മുതിർന്ന പ്രവർത്തകരും പങ്കുവയ്ക്കുന്നത് ഇതേ അഭിപ്രായമാണ്. എന്നാൽ തിരുച്ചിറപ്പള്ളിയിൽ മാത്രമല്ല, സേലത്തും കോയമ്പത്തൂരും പഴനിയിലും യുവാക്കൾക്കിടയിൽ വിജയ് സംസാര വിഷയമാണ്. ടാക്സി, ഓട്ടോ ഡ്രൈവർമാരായ ചെറുപ്പക്കാരും വിജയെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചും വാചാലരാകുന്നു. അതേസമയം 35-40% ന്യൂനപക്ഷ വോട്ടർമാരുള്ള തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മത്സരിക്കാൻ തിരഞ്ഞെടുത്തതിൽ പല കണക്കുകൂട്ടലുകളും ഉള്ളതായി വിലയിരുത്തപ്പെടുന്നു. 2021-ൽ 1,00,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച ക്രിസ്ത്യൻ ഗുഡ്വിൽ മൂവ്മെന്റ് നേതാവ് കൂടിയായ DMK-യുടെ ഇനിഗോ എസ് ഇരുദയരാജ്, അണ്ണാ DMK-യുടെ G രാജശേഖരൻ എന്നിവരാണ് പ്രധാന എതിരാളികൾ. 2011 മുതൽ ഈ സീറ്റിൽ ജയിക്കുന്ന പാർട്ടിയാണ് തമിഴ്നാട് ഭരിച്ചത്. 15% വോട്ട് വരെ ടി.വി.കെ നേടുമെന്നാണ് സർവേകളിലെ പ്രവചനം. അപ്പോഴും ടി.വി.കെ എത്ര വോട്ട് പിടിക്കും? അത് ആരെ ബാധിക്കും? പ്രചാരണത്തിലെ വെറും താരാവേശമായി അതൊടുങ്ങുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ മനോരമ online.com സന്ദർശിക്കുക.